ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. അങ്ങനെ ഇന്ന് നമ്മൾ ഡേ 8. സോ ഇതിന് മുന്നേയുള്ള വീഡിയോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഡേ 8ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദി മാജിക് ഇൻഗ്രീഡിയൻറ്റ്. അതായത് നമ്മുടെ ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ കൊടുക്കേണ്ട ഗ്രാറ്റിറ്റ്യൂഡ്. ഭക്ഷണത്തിന് നന്ദി പറയുക അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ഭയങ്കര പുതിയ കാര്യമില്ലല്ലോ. അത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മുന്നേ തൊട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പോലും. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ നമുക്ക് മിക്കവാറും ഉച്ചഭക്ഷണത്തിന് മുന്നേ പ്രാർത്ഥന ഉണ്ടാവില്ല. അതൊന്നും നമ്മൾ ഉള്ളറിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി നന്ദി എന്നൊന്നും പറഞ്ഞ് ചെയ്തിട്ടുള്ള സാധനം അല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ടുള്ള സാധനമാണല്ലോ. പിന്നെ ചില വീടുകളിലൊക്കെ ഭക്ഷണത്തിന് മുന്നേ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഇതൊരു കംപ്ലീറ്റ്ലി സ്ഥിരം ഉണ്ടായിട്ട് നമ്മൾ ലൈഫ് ഭയങ്കര ഹെക്റ്റിക്കായിരിക്കും. നമ്മൾ മൂവ് ഔട്ട് ചെയ്ത് നമ്മൾ വേറെ രീതിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറേ പേരൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വിട്ടു പോന്നിട്ടുള്ളതായിരിക്കും. അതായത് സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണത്തിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ ഈ ഭക്ഷണവും വെള്ളവും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമില്ല. അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോലും നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഓപ്ഷനേ നമുക്കില്ലല്ലോ. ഇപ്പം നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നമ്മൾ കുറച്ചധികം മണിക്കൂർ തള്ളിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ വിശന്ന് കൊള്ളയെഴുതി ചാവാനാവില്ലേ. അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ ഇച്ചിരി വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുക? ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനും അത് ആലോചിച്ച് നമ്മൾ അതിന് താങ്ക് യു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമില്ലേ. അതത്ര ഡീപ്പായിട്ട് ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നല്ല ഭക്ഷണം അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കിട്ടിയ ഹായ് എന്ന് ഞാൻ ആലോചിക്കുമെങ്കിൽ പോലും ഞാനിപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും കുടിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറില്ല. പക്ഷെ നമ്മൾ ആലോചിക്കണം. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കൂടുതലായിട്ടുള്ളത് വന്നതെങ്കിൽ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കുന്ന ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ നമ്മുടെ മുന്നിലേക്ക് വന്നെങ്കിൽ അതിന് പുറകിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അത് അത് നോക്കി വളർത്തി അത് പറിച്ച് അത് പാക്ക് ചെയ്ത് അത് കൊടുത്ത് വിറ്റ് അത് വന്ന് അതേതെങ്കിലും കടയിലെത്തി അത് നമ്മൾ വാങ്ങി അങ്ങനെ പോകുമ്പോൾ എന്തോരം വലിയ പ്രോസസ്സും എന്തോരം ആൾക്കാരുടെ സമയവും എഫേർട്ടും ഒക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഓരോ ആപ്പിൾ അല്ലെങ്കിൽ ഓരോ ഓറഞ്ചിന് വേണ്ടി ഓടുന്നത്. അതാലോചിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു ലെവൽ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അത്രയും വലുതായിട്ടുണ്ട്. ഇത്ര ചെറിയ സാധനമാണെങ്കിൽ പോലും. അപ്പം നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുമില്ല, നമുക്കൊന്നുമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ വട്ടം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ നമ്മൾ 1 മിനിറ്റ് എടുത്ത് അതിനോട് നന്ദി പറയണം. അതിന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര സ്പീഡിൽ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി ഓടുന്ന ലെവലിൽ കഴിച്ചിട്ട് പോകാണ്ട് നമ്മളിങ്ങനെ ചരയ്ക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഉള്ളറിഞ്ഞ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ടാസ്ക് നമുക്ക് എഴുതാനും പിടിക്കാനും ആലോചിക്കാനും ഒന്നുമില്ലാത്ത ഇത്രയും ഭയങ്കര സിമ്പിളായിട്ടുള്ള ടാസ്ക് നമുക്ക് വേറെ വരാനില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഇൻ കേസ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. അത് സ്വാഭാവികമാണല്ലോ. മറന്നുപോയെന്ന് വിചാരിക്കുക. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഞാനിത് മറന്നു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ കഴിച്ചത് ആലോചിച്ചിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ മതി. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരു നേരം പോലും ഓർത്തില്ല. ഇതൊക്കെ രാവിലെ വായിച്ചിട്ട് നേരെ പോയി കഴിച്ചപ്പോൾ പോലും ഞാൻ ആലോചിച്ചില്ല. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അയ്യോ ഇത് ഞാൻ ചെയ്തില്ലല്ലോ കഴിച്ചപ്പോൾ എന്ന് ആലോചിച്ചത്. എന്നാൽ എല്ലാ നേരവും എനിക്കതാണ് പറ്റിയത്. ഞാൻ ഇന്ന് എല്ലാ നേരവും 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് അയ്യോ കഴിച്ചത് ഓർത്തില്ല എന്നോർത്ത് ഞാൻ പിന്നെ ഗ്രേറ്റ്ഫുൾ ആയത്. അങ്ങനെ ചെയ്താൽ മതി എന്നവർ പറഞ്ഞിട്ടുണ്ട്. ദൈവം സഹായിച്ച്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് മുടങ്ങി ഞാൻ പിന്നെ ബാക്കിൽ നിന്നൊക്കെ തുടങ്ങേണ്ടി വന്നില്ല. ഞാൻ സത്യം പറഞ്ഞ് മറന്നുപോയി ഗൈസ്. അപ്പം ഇന്നത്തെ ടാസ്ക് അത്രേ ഉള്ളൂ. പിന്നെ ഈ ടാസ്ക് എന്ന് മാത്രമല്ല, ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമില്ല. ഇതിപ്പോൾ ഇന്നത്തെ ദിവസം ചെയ്തിട്ട് കളയുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമില്ല. കാരണം നമ്മൾ ഫുഡ് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കണമല്ലോ. സോ ഇതൊക്കെ നമ്മുടെ ബേസിക് ഹാബിറ്റാക്കി നമ്മൾ മാറ്റുന്ന ചില സാധനങ്ങളാണ് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്ന് പറയുന്നത്. അറിയില്ല അല്ലെങ്കിൽ ഇത് ആലോചിച്ചിട്ടില്ലാത്ത ഈ പെർസ്പെക്റ്റീവ് മനസ്സിലായിട്ടില്ലാത്തൊരു സമയത്ത് ഞാൻ അല്ലെങ്കിൽ നിങ്ങളിത് വിറ്റ് കളയുന്നത് ഫൈൻ. പക്ഷെ നമുക്ക് ഇന്ന് മനസ്സിലായി നമ്മളിത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന്. പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ലൈഫിൽ അത് ആപ്ലിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബാഡ് എന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ. കാരണം ഞാനൊക്കെ അത്രയും ആസ്വദിച്ച് അത്രയും ഹാപ്പി ആയിട്ട് എന്നെ വെക്കുന്ന ഒരു സാധനമാണ് എൻ്റെ ഫുഡ് എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾ അതിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഇന്നിപ്പം നമ്മൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് വെച്ച് നമ്മൾ എല്ലാ കാലത്തും അങ്ങനെ പോകണം എന്നില്ലല്ലോ. നമ്മളുള്ളതിന് നമ്മൾ ആ വില കൊടുക്കണം. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടാസ്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഡെയിലി ലൈഫിൽ ഈസി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ അന്ന് ദി ഗിഫ്റ്റ് ഓഫ് ലൈഫ് ഇസ് കീപ്പിംഗ് മീ അലൈവ് എന്ന് എഴുതി വെച്ചൊരു പേപ്പറില്ല, അത് ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എപ്പോഴും കാണുമ്പോൾ ഞാനിത് ആലോചിച്ച് ഞാൻ ഇങ്ങനെ അതിൽ പോക്കോളും ഭാഗ്യം ഞാൻ ഇങ്ങനെ ഇത് പറയാറുണ്ട്. അതുപോലെ നമ്മളൊരു നോട്ടിൽ താങ്ക് യു ഫോർ ഓൾ ദി മണി ഐ ഹവ് ബീൻ ഗിവൻ ത്രൂ ഔട്ട് മൈ ലൈഫ് എന്ന് എഴുതിയത്. ആ നോട്ടിപ്പോൾ എൻ്റെ കയ്യിൽ സ്ഥിരമുള്ള സാധനമാണ്. ഞാൻ നേരെ ഇവിടെ നിന്ന് പണിക്ക് പോകുമ്പോഴത്തെ പോക്കറ്റിലുകൊണ്ട് പോകും. ഞാൻ ഓരോ വട്ടം പോക്കറ്റിലിടുമ്പോൾ നോക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വരും.
സോ ഇതൊക്കെ ഭയങ്കര സിമ്പിൾസ് ആണല്ലോ. നമ്മൾ ഷിഫ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ലൊരു കാര്യം സംഭവിച്ചാൽ നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് തരും. സോ ഈ ഏറ്റവും സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് 1 മണിക്കൂർ ഇരുന്ന് ചെയ്യണം, ഈ ഇത്ര നേരം എനിക്ക് ഇതിനു വേണ്ടി ചിലവാക്കാൻ ഒരു ദിവസം ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമുണ്ട്. ഈ ഒരു തോട്ട് മനസ്സിൽ കൂടെ വരാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നത് ലെയിം. അത് നമ്മൾ ചുമ്മാ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ്. സോ നമ്മൾ ഇതൊക്കെ ഹാപ്പി ആയിട്ടുള്ള ദിവസം ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മൾ പോവാം. അപ്പം ഇന്നത്തെ ടാസ്ക് ആക്ച്വലി ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത്രേ ഉള്ളൂ. ആലോചിക്കുക, ഫുഡ് കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, അത്രേ ഉള്ളൂ. സോ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ കൗണ്ട് ചെയ്ത ബ്ലെസ്സിങ്സ് ഒക്കെ ചെയ്ത് നമ്മൾ ഇന്ന് ഓരോ ദിവസവും ഓരോ നേരം എന്തൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ വട്ടം വെള്ളം കുടിക്കുമ്പോൾ ആലോചിക്കുക. ഏറ്റവും രാത്രി നമ്മുടെ മാജിക് റോക്ക് എടുത്ത് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഏറ്റവും നല്ല കാര്യം നോക്കി താങ്ക് യു പറയുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.